നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. അതായത് നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിന് ഒരു നടി കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയൊക്കെ ചോദിച്ചു, അത് എന്തൊരു ധാർഷ്ട്യമാണെന്നൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ചു. ഇന്ന് കുട്ടികളുടെ അല്ലെങ്കിൽ ഈ ഒരു യുവജനോത്സവം വരുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പ്രസ്താവന നടത്തുന്നില്ല, കുട്ടികളുടെ ആ ഒരു ഇത് ഞാൻ കളയുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുള്ളിക്കാരൻ ആ പ്രസ്താവന പിൻവലിച്ചു. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അല്ല, അതിനകത്ത് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താൻ പോലുള്ള അധികാരമില്ലല്ലോ. ഇപ്പം ഒരാളെ അദ്ദേഹം സമീപിക്കുന്നു, അതിനകത്ത് അയാളുടെ വിലയിടുന്നതും അല്ലെങ്കിൽ അയാൾക്ക് എത്ര രൂപ വേണമെന്ന് പറയുന്നതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. കാരണം അയാൾക്ക് ഇപ്പം പുള്ളി ഒരു നടിയെ എടുത്ത് പറയുന്നു, അല്ലെങ്കിൽ ഇന്നതുപോലെ 10 മിനിറ്റ് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ അവതരണ ഗാനം പാടുമ്പോൾ ഒരു ഡാൻസ് പ്ലാൻ ചെയ്ത് കൊടുക്കണം, അതിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും ചോദിച്ചെന്ന് വെച്ചു. ആരാണെന്നുള്ള കാര്യം ഇപ്പം നവ്യ നായരാണെന്നാണ് പറഞ്ഞല്ലേ, കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി പുറത്തു വരുന്നു, അറിയാൻ മറുനാടൻ മലയാളി എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് വരുന്ന റിപ്പോർട്ട്. എന്തായാലും വേറെ എങ്ങും അവരുടെ പേരൊന്നും വന്നിട്ടില്ല. നമുക്ക് തന്നെ അറിയത്തില്ല. ഇപ്പൊ ആ ഒരു പേര് വന്നുകൊണ്ട് മാത്രം പറഞ്ഞല്ലോ, അവരല്ലെങ്കിൽ മറ്റൊരാളായിരിക്കും. നമുക്കായാലും വേറെ ഏതോ ഒരു നടി, ഏതോ ഒരു നടിയായാലും ആ നടി ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ കൂലി ചോദിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അത് 10 മിനിറ്റ് ഒന്നല്ല, 1 മണിക്കൂറൊന്നല്ല, 2 മണിക്കൂറൊന്നല്ല, 1 മിനിറ്റ് ഒന്നല്ല. അവരുടെ വിലയിടുന്നത് അവരാണ്. അവിടെ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു ഇതുപോലെ സ്കൂൾ യുവജനോത്സവമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണ്, നിങ്ങൾക്കത് പിള്ളേരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമോ? അതിനകത്ത് അല്ലെങ്കിൽ അത് അന്നേരം അത് പറ്റും, അല്ലെങ്കിൽ അത് ഞങ്ങൾ അതിനകത്തൊരു നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അതിന് വേണ്ട പാരിതോഷികം തരാം. അപ്പോൾ നിങ്ങളുടെ പാരിതോഷികം പറഞ്ഞാൽ മതി. അവരുടെ പാരിതോഷികം പറഞ്ഞു, എനിക്കത് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ വേണം. ഒരേപോലെ നവ്യ നായർ എന്ന് പറയുന്ന ഒരു നടി ഉണ്ടാവും, ഒരൊറ്റയ്ക്ക് എന്തുപോലും വരാൻ സാധിക്കത്തില്ല. അവർക്ക് അതിൻ്റെ ചെലവ് കാണും, അവർക്ക് അവരുടെ അസിസ്റ്റന്റുമാർ കാണും, PA കാണും. അവർ ഇപ്പോൾ ഒരു വലിയ നടി ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയൊരു നർത്തകി ആയിട്ടുണ്ടെങ്കിലും അതേ രീതിയിലുള്ള വേറെ ബോട്ട്സ് വെച്ചിട്ടല്ലേ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പം അവർക്ക് ചിലവുണ്ട്. അതിനകത്ത് കുറ്റം പറയുന്നതിനോ പൊതുവേദിയിൽ അതിനെ ആ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനകത്തോ യാതൊരു കാര്യവുമില്ല. അത് മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ല. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. നമ്മളിപ്പോൾ സിനിമാടന്മാരൊക്കെ ഉണ്ട്, സിനിമാടന്മാർ കട ഉദ്ഘാടനം ചെയ്യാൻ പോകും. കട ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ മമ്മൂട്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും, എനിക്ക് പുള്ളി എന്തിനാ വിളിക്കുന്നത്, എന്നാ പിന്നെ നമ്മളെ വിളിച്ചാൽ പോരെ. മമ്മൂട്ടി എന്തിനാ വിളിക്കുന്നേ? മമ്മൂട്ടി ചെന്നാൽ അദ്ദേഹം ചെല്ലുന്നതിനകത്ത് ചർച്ചയാവുകയും അദ്ദേഹത്തെ ചെല്ലാൻ കോടി കണക്കിന് ആൾക്കാർ ചെല്ലുകയും ആ കട എല്ലാവരും പറയുകയും അതിന് പ്രശസ്തി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ അയാളെ കച്ചവടം ചെയ്യാനാ കടക്കാരൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ കച്ചവടത്തിന് വിലയിടാനുള്ള അധികാരം മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഈ പറയുന്ന നടിമാർക്കോ ഒക്കെ ഉണ്ട്. ചുമ്മാ റോഡെ പോകുന്ന ഒരു സാധാരണക്കാരനെ വിളിച്ചെന്താ അവർ ഉദ്ഘാടനം ചെയ്യിക്കാതെ? അപ്പൊ അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കോടി അദ്ദേഹം പറഞ്ഞോ എനിക്ക് 10 കോടി രൂപ വേണം. അത് അദ്ദേഹം ആ 10 കോടി രൂപ വിലയുള്ളവനായിട്ട് പുള്ളി തീരുമാനിക്കാൻ ആ അവസ്ഥയിലെത്താൻ അദ്ദേഹം എത്ര പരിശ്രമിച്ചിട്ടുണ്ടാവും, അദ്ദേഹം എന്തിനു വേണ്ടി ജോലി ചെയ്തിട്ടുണ്ടാവും, അത് ഏത് രീതിയിലുള്ള ജോലിയായിരുന്നു. എന്നാ പിന്നെ എന്താ എല്ലാവരും മമ്മൂട്ടി ആവാത്തെ, എന്നാ എല്ലാവരും മോഹൻലാൽ ആവാത്ത എന്താ, അല്ലെങ്കിൽ കമലഹാസൻ ആവാത്ത എന്താ? അവർ വൃത്തിയായിട്ട് ജോലി അവരെ ഏൽപ്പിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവരെ അംഗീകരിക്കുന്നേ. നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ അത് ആൾക്കാർക്ക് ബോധ്യം വരണ്ടേ. അപ്പൊ അതിന് നമ്മളെന്തിനു വേണ്ടി പരിശ്രമിക്കണം. അവരുടെ ഇച്ഛ അനുസരിച്ച് അവർക്ക് താല്പര്യം അനുസരിച്ച് നമ്മൾ, അതും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അപ്പൊ എത്രത്തോളം നമ്മൾ ആ രീതിയിലേക്ക് ആഴ്ന്നിറങ്ങണം അതൊക്കെ മനസ്സിലായി. അപ്പം ഇത് ഇന്നലെ മന്ത്രിയുടെ പ്രസ്താവന അപക്വമാണ്. അദ്ദേഹം വൈകിട്ട് അത് തിരുത്തിയെങ്കിൽ അദ്ദേഹത്തിന് അന്നേരമെങ്കിലും അതിനകത്ത് വേർതിരിവ് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ. കാരണം അവർ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം പറഞ്ഞത് സ്കൂൾ യുവജനോത്സവത്തിൽ കൂടി മുന്നോട്ട് വന്ന നേതാവാണ്, അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തോടു കൂടി സിനിമയിൽ വന്ന ആളാണ്. സ്കൂൾ യുവജനോത്സവത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്കൂൾ യുവജനോത്സവത്തിൽ പലരും മത്സരിക്കാൻ വരുന്നില്ലേ? ഈ പറഞ്ഞതുപോലെ ആ മത്സരത്തിനകത്ത് ഒരു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടണമെങ്കിൽ ആ കുട്ടിയുടെ കഴിവ് കൊണ്ടാണല്ലോ കൊടുത്തത്, അല്ലെങ്കിൽ ശിവൻകുട്ടിയോടുള്ള പരിചയം കൊണ്ടാണോ ഈ നടിക്ക് 1ാം സമ്മാനം കൊടുത്തത്? അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ 1ാം സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഇടപെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമില്ലേ? അർഹമായ കുട്ടിക്കാണല്ലോ പരിഗണന കൊടുത്ത്, അർഹമായ കുട്ടിയുടെ പരിഗണന കൊണ്ടായിരിക്കുമല്ലോ അത് കലാതിലകമാവുന്നതും അല്ലെങ്കിൽ അതിന് സമ്മാനങ്ങളൊക്കെ ലഭിച്ചു. അതുപോലെ തന്നെ അതിന് സിനിമയിൽ അഭിനയിക്കാൻ കൊള്ളുന്നത് കൊണ്ടല്ലേ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു സിനിമയിൽ അഭിനയിക്കാൻ അതിനെ അല്ലെങ്കിൽ അതിനെ സമീപിക്കുന്നത്.
അതിന് സിനിമയിൽ അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ടല്ലേ വീണ്ടും വീണ്ടും സിനിമ ലഭിക്കുന്നത്. അപ്പം ആ കഴിവിലേക്ക് അത് എത്തിച്ചേരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കഴിവിന് അത് വിലയിടുന്നു 5 ലക്ഷം രൂപ. അല്ലെങ്കിൽ അതിന് ആ തുകയ്ക്ക് വന്ന് ഇതിനെ 10 മിനിറ്റ് ആയാലും പരിശീലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിക്കും, കേൾക്കുന്നവർ വിചാരിക്കും 10 മിനിറ്റത്തേക്ക് ഒരു നൃത്തം ചിട്ടപ്പെടുത്തി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. നിസ്സാര കാര്യമാണ്. നിസ്സാര കാര്യമൊന്നുമല്ല. മാത്രമല്ല, എന്നാ പിന്നെ സ്കൂൾ യുവജനോത്സവത്തിൽ എത്രയോ മ്യൂസിക് ടീച്ചർമാരുണ്ട്, നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, അവരൊക്കെ മോശക്കാരാണ്. എന്തിനാണ് സിനിമാ നടിയെ മാത്രം സമീപിച്ചത്? അതൊരു തെറ്റായ സമീപനമല്ലേ? ഇതിനെക്കാട്ടിൽ കൊള്ളാവുന്ന അധ്യാപകരും അല്ലെങ്കിൽ പരിശീലിപ്പിക്കാൻ കഴിവുള്ളവരും പരിശീലിപ്പിച്ച് വന്ന ഒരു കുട്ടിയല്ലേ ഇത് അങ്ങനല്ലേ ഈ കലാതലമാവുന്നത്? അങ്ങനെ കലാതലമായിട്ട് അതേ രീതിയിലുള്ള പരിശീലനം കിട്ടിയിട്ടില്ലേ സിനിമാ നടിയാവുന്നേ? അപ്പം മറഞ്ഞു നിൽക്കുന്നെങ്കിലും ഇതിനെക്കാട്ടി പരിശീലിപ്പിക്കാൻ കഴിവുള്ളവർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, ഗവൺമെന്റ് സംവിധാനത്തിലുണ്ട്. ഇവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പരാജയപ്പെട്ടതെന്നല്ലേ എൻ്റെ അർത്ഥം. കാരണം ഇദ്ദേഹം എന്തിനാ, ഈ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാ സിനിമാ നടിയെ തിരക്കി പോന്നേ? അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പാട്ട് പഠിപ്പിക്കുന്നതിനും നൃത്തം പഠിപ്പിക്കുന്നതിനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ ആവശ്യം പോലെ അധ്യാപകരും ഒക്കെ ഉള്ളപ്പോൾ അവരെ ഏൽപ്പിച്ചു, അല്ലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇത്തരത്തിലൊരു സാധനം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഏൽപ്പിക്കുകയും സംവിധാനങ്ങളുള്ള ഇതിനകത്ത് ഈ സിനിമാ നടിയുടെ പുറകെ പോകുന്നത് എന്തിനാ? സിനിമാ നടിക്ക് അതിൻ്റെതായ രീതിയിൽ അവർക്ക് സിനിമാ നടിക്കെന്നല്ല, ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഒരാളെ സമീപിക്കുമ്പോൾ ആ കാര്യത്തിൻ്റെ തുക തീരുമാനിക്കുന്നത് ചെയ്യുന്ന ആളാണ്. നമുക്കത് വേണോ വേണ്ട തീരുമാനിക്കേണ്ട കാര്യം നമുക്കേ ഉള്ളൂ. 5 ലക്ഷം രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ നടിയെ വേണ്ടാന്ന് തീരുമാനിക്കാൻ ശിവൻകുട്ടിക്ക് അധികാരമുണ്ട്. ശിവൻകുട്ടിക്ക് അത് പൊതുവേദിയിൽ വന്ന് പറഞ്ഞ് അവരെ കളിയാക്കാനുള്ള അധികാരം യാതൊരു കാരണവശാലും ഇല്ല. അത് ശിവൻകുട്ടിയുടെ അജ്ഞത കൊണ്ട് സംഭവിക്കുന്നതാണ്. മുന്നും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ നടിമാര് ഞാനിങ്ങനെ സമീപിച്ചപ്പോൾ ലക്ഷറി ഹോട്ടലിൽ റൂം എടുത്തു കൊടുക്കണം, വിമാന ടിക്കറ്റ് ഒക്കെ ബുക്കൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം നേരത്തെയും ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് പോയി ഒരു സാധാരണ ഒരു ഹോട്ടലിൽ പോയി റൂം എടുത്ത് താമസിക്കുന്ന പോലെ, എനിക്ക് റോഡിൽ അങ്ങോട്ട് പോകുമ്പോൾ പോയി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന പോലെയും ഒരു സെലിബ്രിറ്റിക്ക് പറ്റത്തില്ല. ഈ മനോരോഗികളുടെ ഒരു, അല്ലെങ്കിൽ ഇവരെ ആരാധിക്കുന്നവരുടെ ഒരു കൂട്ടം, ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേന് കൂട്ടം കൂടും. ചില ആൾക്കാർ ഇവരെ ഉപദ്രവിക്കും. ഈ സിനിമാടന്മാരെയൊക്കെ നുള്ളുന്നവരൊക്കെ ഉണ്ട്, പിച്ചുന്നവരൊക്കെ ഉണ്ട്. ഇവർക്ക് പോകാൻ പറ്റത്തില്ല, അവർക്ക് സ്വതന്ത്രമായിട്ടൊരു ശാലം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും 100 പേര് വന്ന്, ഒരു മാന്യത ഇല്ലല്ലോ നമ്മുടെ സമൂഹത്തിന്. ഇയാൾ ഭക്ഷണം കഴിക്കുന്നതൊന്നും അവർക്ക് വിഷയമല്ല, അവരുടെ കൂടി സെൽഫി എടുക്കുക, അല്ലെങ്കിൽ സാർ എന്തുകൊണ്ട് വിശേഷം ഇതൊക്കെ ചോദിച്ചിട്ട് പോകുന്ന ഇപ്പം ഇത്തരത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ലക്ഷറി ഹോട്ടൽ വേണ്ടി വരും. മാത്രമല്ല അവര് സ്ഥിരമായിട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ലൈഫിൽ നിന്ന് ഇപ്പം ഇദ്ദേഹം വരുന്ന പാട്ട് പഠിപ്പിക്കാൻ ലൈനകത്ത് വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. അവർ 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും ഡെയിലി പോകുന്നത്. അതിനവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആളുണ്ട്, അവർക്ക് ആ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കാൻ ആളുണ്ട്. അതിൽ നിന്ന് ഒരു ദിവസം അവധിയെടുത്ത് ഈ പറയുന്നിടത്തോട്ട് വരുന്നതിന് അവർക്ക് ആ സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കണം, അല്ലെങ്കിൽ അന്നാലേ വരത്തുള്ളൂ എന്ന് പറയുന്നത് അത് അവരുടെ അവകാശമല്ലേ? അതിനകത്ത് എന്തിനാ അവരെ വിളിക്കാൻ പോകുന്ന ഈ ബഹുമാനപ്പെട്ട മന്ത്രി അവരെ വിളിക്കാൻ പോയെന്തിനാ? ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സംവിധാനം അവർക്കകത്തുണ്ടല്ലോ. ആ സംവിധാനത്തിനപ്പുറം സിനിമാ നടി പഠിപ്പിച്ചാലേ ശരിയാകുമെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മന്ത്രി മാറണമെങ്കിൽ ആ മന്ത്രിക്കും സിനിമാ നടിയിൽ എന്തോ കൗതുകം കണ്ടിട്ടുള്ളതല്ലയോ? ആ കൗതുക ലോകത്തുള്ളവരെല്ലാം കാണുന്നേ. ആ കൗതുകത്തിന് അവർ കാശ് മേടിക്കുന്നേ. മനസ്സിലായി, അവരുടെ വില എന്ന് പറഞ്ഞാൽ കൗതുകത്തിനാ. സിനിമാ നടി വരുന്നു, സിനിമ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരെ ആൾക്കാർ കാണുന്നു, ഇവര് വലിയ ഏതാണ്ടൊരു സംഭവമാണെന്ന് തോന്നിപ്പിച്ച് എത്ര കാലം നിൽക്കുന്ന കാലം വരെയുള്ള അവരുടെ വിലയും. ആ വില പോകുന്ന അന്ന് സിനിമാ നടന്മാരും വെളിയിലാവും. നമ്മൾ പലരെയും കണ്ടിട്ടുള്ളൂ, പണ്ട് വലിയ സിനിമാ നടന്മാരായിട്ടിരുന്നിട്ടുള്ള ഇപ്പോൾ അവരുടെ സിനിമ കാണാൻ ആളില്ലാത്ത അവസ്ഥ വരത്തില്ലേ? നടികൾ വലിയ നടികളായിട്ടിരിക്കുന്ന അവസ്ഥ വരത്തില്ലേ? അപ്പൊ ഈ തോന്നിപ്പിക്കലിന്റെ കാലമുള്ള അത്രയും കാലം അവർ കാശ് മേടിക്കും. അവരുടെ കാശെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവരുടെ സൗന്ദര്യവും അവരുടെ അഭിനയവും അവരുടെ നൃത്തവും ഒക്കെയാണ്. അതിനകത്ത് കാശ് ചോദിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ കാശ് കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റത്തില്ലെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. പൊതുവേദിയിൽ അത് സംസാരിച്ച് വഷളാവുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വഷളാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ മന്ത്രി ശിവൻകുട്ടി തന്നെ 2 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് വഷളാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് കൊണ്ടാണ് ശിവൻകുട്ടി ഇന്നലെ വൈകിട്ട് വന്ന് ഞാൻ പറഞ്ഞതിനകത്തെ അപാകത എനിക്ക് മനസ്സിലായി, അത് ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് ഏത് ജോലി ചെയ്യുന്നതിനെയും കൂലി തീരുമാനിക്കുന്നത് ആ ജോലി ചെയ്യുന്നവരാണ്. ഇത് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെയല്ലേ ശിവൻകുട്ടി. ശിവൻകുട്ടി ഇങ്ങനെ പറയാൻ പാടുള്ളതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.